ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ 14 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 15-ാമത്തെ ശ്ലോകം നോക്കാം. സർവേന്ദ്രിയഗുണാഭാസം സർവേന്ദ്രിയവിവർജിതം അസക്തം സർവഭൃച്ചൈവ നിർഗുണം ഗുണഭോക്തൃ ച. സർവേന്ദ്രിയഗുണാഭാസം, എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതും അഥവാ അവയുടെ ഉറവിടമായതും. സർവേന്ദ്രിയ വിവർജിതം എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് ബാധകമല്ലാത്തതും അതായത് ഇന്ദ്രിയങ്ങളില്ലാത്തതും. അസക്തം സംഘമില്ലാത്തതും. സർവഭൃച്ച എല്ലാറ്റിനെയും വഹിച്ചു നിൽക്കുന്നതും. നിർഗുണം ഗുണഭോക്തൃച്ച ഏവ ഗുണരഹിതനും എന്നാൽ ഗുണങ്ങളെയെല്ലാം അനുഭവിക്കുന്നതും ആകുന്നു ബ്രഹ്മം. ബ്രഹ്മത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് പറയുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതും, അതായത് ഈ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളുടെയും എല്ലാം ഉറവിടമായത് അത് ബ്രഹ്മമാണ്. അങ്ങനെ അതിൻ്റെ ഉറവിടമായതും എന്നാൽ ഇന്ദ്രിയങ്ങൾ ഇല്ലാത്തതും, അതായത് ഇന്ദ്രിയ ചോദനകൾക്ക് വശംവദനല്ലാത്തതും. ഇന്ദ്രിയങ്ങളുടെ എല്ലാം ഉറവിടമാണ്, എന്നാൽ ഈ ഇന്ദ്രിയങ്ങളൊന്നും ബ്രഹ്മത്തെ ബാധിക്കുന്നില്ല. ഇന്ദ്രിയ ചോദനകൾക്കൊന്നും വശംവദനല്ല ബ്രഹ്മം. അസക്തമായി സംഘമില്ലാത്തതും, ഒന്നിനോടും ഒരു രാഗമോ ദ്വേഷമോ ഇല്ലാതെ ഒട്ടിച്ചേരൽ ഒന്നുമില്ലാത്തതും. എല്ലാറ്റിനെയും വഹിച്ചു നിൽക്കുന്നതും, ഒന്നിനോടും അതിന് സംഘമില്ല എങ്കിലും എല്ലാറ്റിനെയും അത് വഹിക്കുന്നു. അതുപോലെ ഗുണരഹിതനും, അതായത് ഗുണാതീതനും എന്നാൽ ഗുണങ്ങളെ അനുഭവിക്കുന്നവനും, അതായത് ഗുണങ്ങൾക്ക് ഉടമയും ആകുന്നു ബ്രഹ്മം. ഗുണരഹിതനുമാണ്, എന്നാൽ ഈ ഗുണങ്ങളുടെ എല്ലാം ഉടമയുമാകുന്നു ബ്രഹ്മം. സർവ ഇന്ദ്രിയങ്ങളുടെയും അവ വ്യാപരിക്കുന്ന ഭൗതിക വിഷയങ്ങളുടെയും ഉറവിടമാണ് ബ്രഹ്മം അഥവാ ഈശ്വരൻ. അവയുടെയെല്ലാം ചാലകശക്തിയാണ് ഈശ്വരൻ, ഉറവിടമാണ് ഈശ്വരൻ. എന്നാലോ ഇന്ദ്രിയരഹിതനുമാണ് അദ്ദേഹം, അതായത് ഈ ഇന്ദ്രിയ ചോദനകൾക്കെല്ലാം അതീതനാണ് അദ്ദേഹം. ഇന്ദ്രിയ വിഷയങ്ങൾക്കെല്ലാം അതീതനാണ്. സകല ജീവജാലങ്ങളെയും നിലനിർത്തിപ്പോരുന്നത് പരമാത്മാവാണെങ്കിലും അദ്ദേഹത്തിന് ഒന്നിനോടും പ്രത്യേക മമതയോ സംഘമോ ഇല്ല. ഇവയെല്ലാം നിലനിർത്തുന്നത് ഈശ്വരനാണ്. പക്ഷേ ഈശ്വരന് ഒന്നിനോടും പ്രത്യേക മമതയോ രാഗമോ ദ്വേഷമോ ഒന്നുമില്ല. ത്രിഗുണങ്ങൾക്കും അതീതനാണ് ബ്രഹ്മം. സത്വ രജ തമോ ഗുണങ്ങൾ, അതാണ് ത്രിഗുണങ്ങൾ. ഈ ത്രിഗുണങ്ങൾക്കും അതീതനാണ് ബ്രഹ്മം. അതേസമയം ഈ ത്രിഗുണങ്ങളുടെ യജമാനനുമാണ് അദ്ദേഹം. ഈ ത്രിഗുണങ്ങൾക്കും കാരണഭൂതനാണ് അദ്ദേഹം. അവയെ നിയന്ത്രിക്കുന്നവനാണ് ബ്രഹ്മം, എന്നാൽ അവയ്ക്ക് അതീതനുമാണ്. ഭൗതിക ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ ആത്മാവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ആത്മാവില്ലെങ്കിൽ ശരീരം മൃതമാണ്. ഈ ഇന്ദ്രിയങ്ങളെല്ലാം നിശ്ചലമാണ് ആത്മചൈതന്യമുള്ളിലില്ലെങ്കിൽ. എന്നാൽ ഈ ആത്മാവിന് ഇന്ദ്രിയങ്ങളോ അവയുടെ കർത്തൃത്വമോ ഒന്നുമില്ല. ആത്മാവ് ഇതിനെല്ലാം ഒരു സാക്ഷി മാത്രമാണ്. ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് ആത്മാവാണെങ്കിലും
ആത്മാവ് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലല്ല. ഈ ഇന്ദ്രിയ ചോദനകൾക്കൊന്നും ഈ ആത്മചൈതന്യം വിധേയനല്ല. ശരീരം ചെയ്യുന്ന, ഇന്ദ്രിയങ്ങൾ വഴി ചെയ്യുന്ന ഈ കർമ്മങ്ങൾക്ക് കർത്തൃത്വവും ആത്മാവിനില്ല. അവിടെയെല്ലാം സാക്ഷിഭാവം മാത്രമേ ഉള്ളൂ. അത് നിസ്സംഗനാകുന്നു, ഒന്നിനോടും ഒട്ടിച്ചേരലില്ലാത്തതാകുന്നു. ഒരു ഇലക്ട്രിക് കറണ്ട് എപ്രകാരം പല പല യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കുന്നുവോ അതുപോലെയാണ്. ആ വൈദ്യുത ഊർജം കൊണ്ട് ഫാൻ കറങ്ങുന്നു, AC വർക്ക് ചെയ്യുന്നു, ലൈറ്റ് കത്തുന്നു, മോട്ടറുകൾ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആ വൈദ്യുത ശക്തി കൊണ്ടാണ്. അതേസമയം ആ വൈദ്യുത ശക്തിക്ക് ഇവയുമായിട്ടൊന്നും യാതൊരു സംഘവുമില്ല. പ്രത്യേക മമത ഫാനിനോടോ ലൈറ്റിനോടോ യന്ത്രത്തോടോ AC-യോടോ ഒന്നും ഈ വൈദ്യുതിക്കില്ല. അതിനൊന്നിനോടും സംഘമില്ല. എന്നാലോ അതില്ലാതെ ഇവയൊന്നും പ്രവർത്തിക്കുകയുമില്ല. അതേപോലെയാണ് ഈ ആത്മാവ്, പരബ്രഹ്മം. ആ ചൈതന്യമില്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെല്ലാം നിശ്ചലമാണ്. എന്നാലോ ഈ ഇന്ദ്രിയങ്ങളുടെ കർമ്മങ്ങളുമായിട്ട് ഈ ചൈതന്യത്തിന് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാറ്റിൻ്റെയും നിലനിൽപ്പ് ഈ പരമാത്മ ചൈതന്യത്തിലാണ്. എന്നാൽ ഗുണരഹിതനായ പരമാത്മാവിന് ഒന്നിനോടും സംഘമില്ല. ഈ ത്രിഗുണങ്ങളും പരമാത്മാവിൽ നിന്നാണ് ജനിക്കുന്നത്. പക്ഷേ പരമാത്മാവോ ഈ ഗുണങ്ങൾക്കെല്ലാം അതീതനാണ്. സത്വരജസ്തമോ ഗുണങ്ങളുടെ എല്ലാം കാരണഭൂതനാണെങ്കിലും ഈ ഗുണങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഗുണാതീതനാകുന്നു പരമാത്മാവ്. എല്ലാറ്റിൻ്റെയും ഉടമയും കാരണവുമാണെങ്കിലും ഒന്നിനോടും ഈ ചൈതന്യത്തിന് ബന്ധമില്ല. അപ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയാണ്, അഥവാ ക്ഷേത്രജ്ഞൻ്റെ സ്വഭാവത്തെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.